ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുത്ത് വരികയാണ്. മത്സരത്തിന്റെ ആവേശം 2 വർഷങ്ങൾ തമ്മിലുള്ള തർക്കമായി മാറാൻ വളരെ സാധ്യത കിടക്കുക. അത്രയും വീറും വാശിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു നാട്ടിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ തമ്മിൽ തല്ലേണ്ട കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അല്ലാതെ നമുക്ക് മത്സരിക്കാമല്ലോ. വ്യത്യസ്തമായി വോട്ട് അഭ്യർത്ഥിക്കുന്ന 2 പേരെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. മലപ്പുറം ജില്ലയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണ് ഇവർ 2 പേരും. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കോട്ടയിൽ ഷബീബിൻ്റെതാണ് ആദ്യത്തെ വീഡിയോ. വ്യത്യസ്ത പാർട്ടികളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ 2 പേർക്കിടയിലുള്ള സൗഹൃദം ഇല്ലാതാകേണ്ട കാര്യമില്ലെന്നാണ് ഷബീബിൻ്റെ അഭിപ്രായം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. 2 കാര്യങ്ങളും പറയാനുണ്ട്. കാരണം ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരു ശീലമല്ല. അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മത്സരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങളെ അപ്പുറത്തും തൊഴിൽ കയറ്റി നടക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ മത്സരിക്കുന്നത് ആശയങ്ങൾ തമ്മിലാണ്. ഒരു കാരണവശാലും വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മളെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരു കാരണവശാലും നമ്മൾ പ്രകോപനപരമായിട്ടുള്ള രീതിക്ക് ഒരാളേറ്റും നമ്മളെ വാർഡിനകത്ത് ഒരാളേറ്റ് പോലും നമ്മൾ പ്രതികരിക്കരുത്. നമ്മൾ മാന്യമായ രീതിയിൽ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടി മുഴുവൻ ആളുകളും അഹോരാത്രം പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഷബീബ് ഖസറി. ഇനി 2ാമത്തെ വീഡിയോ നമുക്ക് കാണാം. അതും മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. മഞ്ചേരി നഗരസഭയിലെ 48ാം വാർഡ് UDF സ്ഥാനാർത്ഥി കുഞ്ഞിപ്പയുടേതാണ് ഈ വീഡിയോ. പള്ളി, അമ്പലം പോലെയുള്ള ആരാധനാലയങ്ങളിൽ വെച്ച് ഒരിക്കലും വോട്ട് ചോദിക്കരുത് എന്നാണ് കുഞ്ഞിപ്പ പറയുന്നത്. ആരാധനാലയങ്ങൾ പല രാഷ്ട്രീയമുള്ള വ്യക്തികൾ ഒത്തുചേരുന്നൊരു സ്ഥലമാണ്. അത് എല്ലാവരുടെയും സ്ഥലം കൂടിയാണ്. അവിടെ വെച്ചല്ല നമ്മൾ വോട്ട് ചോദിക്കേണ്ടത്. അതിനൊപ്പം മദ്യം, പണം പോലെയുള്ള പാരിതോഷികങ്ങൾ നൽകിയും വോട്ട് ചോദിക്കാൻ പാടില്ല. കുഞ്ഞിപ്പയുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. കുഞ്ഞിപ്പയ്ക്ക് പറയാനുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം. പള്ളിക്കന്ന് ഇനി ആരെങ്കിലും കാണുകയാണെങ്കിലും എന്നോട് ഈ വോട്ടിന്റെ കാര്യം എന്താണ്, വോട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മറുപടി പറയില്ല. കാരണം പള്ളി അതേപോലെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ പല ജാതി ആൾക്കാരും, അമ്പലം അവരുടേതായിട്ട് വിശ്വാസം നിൽക്കുന്ന ആൾക്കാരില്ലതാണ്. പള്ളി അതേമാതിരി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലാണ്. അപ്പൊ അവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് ഇതിലേക്ക് വലിച്ചയക്കൂല. അപ്പൊ എന്നോട് അവിടുന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ തന്നെ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടുന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ കഴിയൂല. അപ്പൊ ആരെങ്കിലും പിന്നെ കറുപ്പ് കരുതിയിട്ട് കാര്യമില്ല. ഈ വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പാരിതോഷികമായി മദ്യം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പാരിതോഷികമായി കൊടുത്തിട്ട് ആരെങ്കിലും വോട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ജയം എനിക്ക് ആവശ്യമില്ല. വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാക്കി കളയുന്ന മത്സരങ്ങൾ നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. അവിടെ ആശയങ്ങൾ തമ്മിലാണ് പോരാടേണ്ടത്. മറ്റൊന്നും ആ മത്സരത്തെ സ്വാധീനിക്കുകയോ ദുസ്വാധീനിക്കുകയോ ചെയ്യാൻ പാടില്ല. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ അത് ചോർത്തിക്കളയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് ആവേശം കൊഴുക്കട്ടെ. ഒപ്പം നമ്മൾ ഷബീബും കുഞ്ഞിപ്പയും പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിലിരുത്തണം. സൗഹൃദങ്ങൾ ചുരുത്തിക്കളയുന്നത് ആകരുത് തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ അയലത്തെ താമസിക്കുന്ന 2 പേർ തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ എന്നേക്കുമായി അയലത്തെ ഒരു ഇല ചോറ് നഷ്ടപ്പെടുകയും ചെയ്യരുത് എന്ന ഈ ചിന്ത മനസ്സിലിരുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.